മാതാവ് പെട്ടെന്ന് മേലേ നിന്ന് വന്ന് എൻ്റെ വലതുവശത്ത് അവിടെ നിന്നു കഴിഞ്ഞപ്പോൾ മാതാവിന് ഒരു പുഞ്ചിരിയുണ്ട്, മുഖത്ത് നല്ല പ്രകാശമാണ്. ഒരു പൊള്ളിയ ഒരു വ്യക്തിയുടെ ഒരു ഭാവമാറ്റം മുഖത്ത് പോലും ഒരു ലേശം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഭാവമാറ്റത്തിൽ പോകുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു പ്രത്യേക അനുഭവത്തിലാണല്ലോ വൈഫ് ഇങ്ങനെ പോകുന്നതെന്ന് തോന്നി. കത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു, പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇങ്ങനെ കണ്ണാടി അവളുടെ ഇങ്ങനെ കണ്ണിൽ വെച്ചുകൊണ്ടിരുന്ന കണ്ണട തെറിച്ച് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഷൈബി എന്നെ പറ്റി, ഷൈബി വീണോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത ചാക്കിൻ്റെ ഒരു നിറവായിട്ടാണ് എനിക്ക് അവളെ കാണാൻ പറ്റിയത്. പെട്ടെന്ന് എനിക്കെന്തോ സഡൻ ബ്രേക്കായി. പെട്ടെന്ന് എൻ്റെ മാതാവെ ഞാൻ ഇങ്ങനെ വിളിച്ചു. ശരിക്കും ഷൈബിയെ കണ്ട സങ്കടം തോന്നും. അന്നേരം ഷൈബിയുടെ മുന്നിൽ കരഞ്ഞൊന്നുമില്ല, നല്ല ധൈര്യമായിട്ട് തോന്നു. ഇപ്പം ആ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു ഭയങ്കര വിഷമം. പിന്നെ മാതാവിനെ കണ്ടെന്ന് പറഞ്ഞപ്പം സത്യത്തിൽ അത് മാതാവിനെ കാണാൻ വേണ്ടി തന്നെ ഷൈബിക്ക് കൊടുത്തതാണ്. എൻ്റെ പേര് ഷൈബി. ഞാൻ മാനന്തവാടി രൂപതയിലെ കൊട്ടിയൂർ ഇടവകയിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസി എന്നാണ്. ചാച്ചനുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്കൊരു മില്ലുണ്ട്. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ, നന്മ നിറഞ്ഞു പറയുമ്പോൾ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും എപ്പോഴും ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. മില്ലിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും 2 സ്റ്റാഫുമാണ് ഉള്ളത്. അന്ന് മില്ലിൽ ഭയങ്കര തിരക്കായിരുന്നു. കാപ്പിക്കുരു വറക്കാൻ ഒത്തിരി കിടപ്പുണ്ട്. അന്നേരം കാപ്പിക്കുരു വറുത്തന്ന് പൊടി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് വേഗം കാപ്പിക്കുരു വറക്കാൻ, അപ്പം കാപ്പിക്കുരു വറക്കുന്ന മെഷീനിൽ ജോസ്റ്റാനാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, ഷൈബി ഒന്ന് പോയി തീ പിടിപ്പിക്കാവോ, എന്നാൽ പിന്നെ ഡ്രമ്മ് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കുമല്ലോ, എന്നാൽ കാപ്പിക്കുരു ഇടാൻ. ഞാൻ പെട്ടെന്ന് പോയി ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ തന്നെയും ചെയ്തിട്ടുണ്ട് ജോസ്റ്റാൻ ഇല്ലാത്ത സമയത്ത്. അതിൻ്റെ ഒരു ഡോറ് തുറന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് തീ പിടിപ്പിക്കേണ്ടത്. കുന്തക്കാലയിൽ നമ്മൾ കുത്തി ഇരുന്നിട്ട് വേണം തീ കൊടുക്കാൻ. അപ്പം ഞാൻ പെട്ടെന്ന് ഗ്യാസ് കുറ്റി ഓണാക്കി എൻ്റെ കയ്യിൽ മെഴുകുതിരിയായിട്ട് ഞാനിങ്ങനെ അങ്ങ് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇപ്പം വന്നൊരു സൗണ്ടോടുകൂടി തീ ഇങ്ങോട്ടങ്ങ് വന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ജോസ് ചേട്ടനും അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും അവരും ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് ഓടി വന്നു. അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഖം മൊത്തം കരിഞ്ഞു പോയി, കഴുത്തും കരിഞ്ഞു പോയി. പോളിസ്റ്ററിൻ്റെ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. ഫ്രണ്ട് മുഴുവനും കരിഞ്ഞു, പിന്നെ കൈയും കരിഞ്ഞ്, ചെവി കൂട്ടി ഇങ്ങനെ ഈ ഒരു വശത്തേക്ക് അത്രയും കത്തിപ്പോയൊരു അവസ്ഥയായിരുന്നു. കത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു, പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇങ്ങനെ കണ്ണാടി അവളുടെ ഇങ്ങനെ കണ്ണിൽ വെച്ചുകൊണ്ടിരുന്ന കണ്ണട തെറിച്ച് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഷൈബി എന്നെ പറ്റി, ഷൈബി വീണോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത ചാക്കിൻ്റെ ഒരു നിറവായിട്ടാണ് എനിക്ക് അവളെ കാണാൻ പറ്റിയത്. പെട്ടെന്ന് എനിക്കെന്തോ സഡൻ ബ്രേക്കായി. പെട്ടെന്ന് എൻ്റെ മാതാവെ ഞാൻ ഇങ്ങനെ വിളിച്ചു. കണ്ണിൻ്റെ പിരികമെല്ലാം പോയി, കൺപീലി മുഴുവൻ പോയി, അതുപോലെ കണ്ണട പെട്ടെന്ന് തെറിച്ചു പോയി. ആ ഒരു സെക്കൻഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് പെട്ടെന്ന് മേലേ നിന്ന് വന്ന് എൻ്റെ വലതുവശത്ത് അവിടെ നിന്നു കഴിഞ്ഞപ്പോൾ മാതാവിന് ഒരു പുഞ്ചിരിയുണ്ട്, മുഖത്ത് നല്ല പ്രകാശമാണ്. നല്ലൊരു പുഞ്ചിരിയോടി മാതാവ് നിന്നു. വൈറ്റ് ഡ്രസ്സ്, നീല ഷോളും ഉള്ള അമ്മയാണ് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ നിന്നു. ആ ഒരു സെക്കൻഡിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ആനന്ദമാണ്. അതായത് നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയാലും ഇത്ര സന്തോഷിക്കുമെന്ന് എനിക്കറിയില്ല, അതുപോലെ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പോഴത്തേക്കും ജോസ്ചേട്ടൻ ഓടി വന്നു. ജോസ്ചേട്ടൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് സംഭവിച്ചപ്പോൾ ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഈ തീയെല്ലാം അണഞ്ഞു. പുള്ളിക്കാരി പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഹോമിയോസിലേക്ക് പോകാം. അപ്പോൾ വേറെ ആരോ പറയിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കൈ പിടിച്ച് ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഭാവമാറ്റവും, ഒരു പൊള്ളിയ ഒരു വ്യക്തിയുടെ ഒരു ഭാവമാറ്റം മുഖത്ത് പോലും ഒരു ലേശം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഭാവമാറ്റത്തിൽ പോകുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു പ്രത്യേക അനുഭവത്തിലാണല്ലോ വൈഫ് ഇങ്ങനെ പോകുന്നതെന്ന് തോന്നി. ജോസ്റ്റാൻ എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് ഹോമിയോയിലേക്ക് പോകാൻ തുടങ്ങുമ്പം എൻ്റെ വലതുവശത്തിരിക്കുന്ന ഈ മാതാവ് പെട്ടെന്ന് തന്നെ മില്ലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് അവിടുന്ന് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പേ തന്നെ പോകുവാണ്. ഞാനും ജോസ് ചേട്ടനും പുറകെ പോകുവാണ്. അപ്പോൾ എനിക്കിങ്ങനെ കൈ നീട്ടിയാൽ മാതാവിനെ തൊടാം. അങ്ങനെ മുമ്പോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് ആദ്യത്തെ റൂമിൻ്റെ അകത്ത് മാതാവ് കയറി അവിടെ നിന്നു. ആർക്കും മാതാവിനെ കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ മാതാവിനെ കാണാൻ പറ്റുന്നുള്ളൂ. അകത്തോട്ട് ഞങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാതാവ് മരുന്ന് കൊടുക്കുന്ന ഒരു റൂമുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് മാതാവ് കയറി അവിടെ നിന്നു.
അപ്പോഴത്തേക്കും ഡോക്ടറെല്ലാം ഓടി വന്ന് എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കുപ്പി മരുന്ന് എടുത്തിട്ട്, ഒരു ചെറിയ കുപ്പി മരുന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മരുന്നെല്ലാം മുഖത്തോട്ട് ഇങ്ങനെ ഡോക്ടർ പരട്ടി തന്നു. അന്നേരത്തേക്കും ആൾക്കാരെല്ലാം കൂടി ഓടി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇത് ഇത്രയും പൊള്ളിപ്പോയതല്ലേ, ഇനി അത് എങ്ങനെ ശരിയാവുമെന്ന് അറിയത്തില്ല, ഒരു എണ്ണയുടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആ ചേട്ടൻ പറഞ്ഞു, ചേച്ചി കുറച്ച് നാൾ ഇങ്ങനെ കിടക്കേണ്ട വരും, ഈ പഞ്ഞിയൊക്കെ മുഖത്ത് ഇട്ട് ഇങ്ങനെ കിടക്കേണ്ട വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരെ കിടക്കണം. ഞാൻ നോക്കുമ്പം എനിക്ക് നേരെ കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ എപ്പോഴും ചെരിഞ്ഞേ കിടക്കാറുള്ളൂ. അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്തു, എനിക്ക് നേരെ കിടക്കുന്നത് ഭയങ്കര അസ്വസ്ഥയാണല്ലോ ദൈവം, പൊള്ളിയിട്ട് പോലും എനിക്ക് ഇത്ര വലിയ അസ്വസ്ഥത കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നേരെ കിടക്കുന്നത് എനിക്കൊരു അസ്വസ്ഥയെ തോന്നിയില്ല. എന്നെ കാണാൻ ആൾക്കാർ ഒത്തിരി പേര് കയറി വരും. അപ്പോൾ കയറി വരുന്ന സമയത്ത് മുഖത്തൊന്നും പഞ്ഞിയില്ലെങ്കിൽ എല്ലാ ആൾക്കാരും കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം അതേപോലെ വികൃത രൂപമായി പോയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ പഞ്ഞി ഇട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ മൂക്കിൻ്റെ 2 ഓട്ട മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയെല്ലാം മൊത്തം പഞ്ഞിക്കകത്ത് ഇങ്ങനെ കുളിച്ച് കിടക്കുക, എണ്ണയ്ക്കകത്തും. ജസ്റ്റ് ഞാൻ എൻ്റെ കൈയൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ണാടിയിലാണ് ഞാൻ എൻ്റെ മുഖം കാണുന്നത്. അപ്പോൾ ജോസിച്ചേട്ടൻ എന്നോട് ഓടി വന്നിട്ട് ചോദിച്ചു, അയ്യോ എന്തിനാണ് കണ്ണാടി നോക്കാൻ പോയത്, ഇപ്പോൾ നോക്കണ്ടായിരുന്നല്ലോ കണ്ണാടിയിൽ. എനിക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ജോസിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞാൻ അന്നേരം ജോസിച്ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ജോസിച്ചേട്ടാ എനിക്ക് ഒരു പ്രശ്നവും, എനിക്ക് മരണം വരെ എൻ്റെ മുഖം ഇങ്ങനെ ഇരുന്നാൽ പോലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മാതാവിനെ കാണാൻ പറ്റിയല്ലോ, എനിക്ക് അതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഞാനിങ്ങനെ ജോയോട് പറഞ്ഞു. ശരിക്കും ഷൈബിയെ കണ്ട സങ്കടം തോന്നും. അന്നേരം ഷൈബിയുടെ മുന്നിൽ കരഞ്ഞൊന്നുമില്ല, നല്ല ധൈര്യമായിട്ട് തോന്നു. ഇപ്പം ആ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു ഭയങ്കര വിഷമം. പിന്നെ മാതാവിനെ കണ്ടെന്ന് പറഞ്ഞപ്പം സത്യത്തിൽ അത് മാതാവിനെ കാണാൻ വേണ്ടി തന്നെ ഷൈബിക്ക് കൊടുത്തതാണ്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഹോമിയോയിലെ ഡോക്ടർ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ മാതാവാണ് എന്നെ ഡോക്ടറെ അടുത്തോട്ട് എത്തിച്ചത്, അല്ലെങ്കിൽ അവിടെ മരുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ചേച്ചി അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ ചോദിച്ചു അതെന്നാ ഡോക്ടറെന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ അങ്ങനെ ഒരു മരുന്ന് അവിടെ നമ്മുടെ ക്ലിനിക്കിലും ഇല്ലായിരുന്നു. ഡോക്ടർ തലേദിവസം കേരളത്തുള്ള അവരുടെ ക്ലിനിക്കിൽ ചെന്നപ്പം അവിടുന്ന് അവർ ഇത് പൊള്ളലിന് നല്ല മരുന്നാണ്, ഇത് കൊട്ടിയിൽ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങോട്ടാരും വരികയല്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതെടുത്ത് ഡോക്ടറുടെ കൈ കൊടുത്ത് ഇതവിടെ കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവച്ച്, അതായത് ആ ഒരു കുപ്പി മരുന്നാണ് എനിക്ക് വേണ്ടി ഉപയോഗിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് അത്രമാത്രം ജാഗ്രതയോടെ മരുന്ന് വരെ അവിടെ സെറ്റപ്പാക്കി വെച്ചിരിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് മാതാവ് ഇടപെടാൻ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. ഞാൻ മക്കിയാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനായി പോയിട്ടുണ്ടായിരുന്നു. ആ ധ്യാനത്തിനായി പോകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ജോസിച്ചേട്ടൻ ആണ് ആദ്യം അവിടെ ധ്യാനത്തിന് പോയത്. അവിടെ ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പം സിസ്റ്ററായിരുന്നു കൗൺസിലിംഗ് നടത്തി. അപ്പോൾ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പം സിസ്റ്റർ പറഞ്ഞു, ചേച്ചീനെ അടുത്ത ധ്യാനത്തിന് എന്താണേലും ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ എന്ന്. ഓക്കെ എന്ന് പറഞ്ഞ് സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നു ജോസിച്ചേട്ടൻ. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷൈബി ധ്യാനത്തിന് പോകുന്നുണ്ട്, എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ജോസിച്ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു, ഷൈബി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഞങ്ങൾ ഇവിടുന്ന് ധ്യാനത്തിന് മക്കിയാട് പോയി. അവിടെ ചെന്ന് ഈ സിസ്റ്ററെ തന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ സിസ്റ്ററെ തന്നെ പോയി കണ്ടു. ഞാനിങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി കയറി ചെന്നപ്പം ഞാൻ അവിടെ പോയി കസേരയിലേക്ക് അങ്ങ് ഇരുന്ന പാടെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് മാതാവ് വീട്ടിൽ കൂടെ നടക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവ് നമ്മുടെ വീട്ടിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലോ. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ അത് ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ മില്ലിലായിരിക്കുന്ന സമയത്ത് ഒത്തിരി ജവമാലകൾ ചെല്ലും. ഇങ്ങനെ ഒച്ചത്തിലല്ല, ആൾക്കാർ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒച്ചത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ജവമാല ചെല്ലുന്നതുകൊണ്ടായിരിക്കും മാതാവിന് അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് തന്നത് എന്ന് ഞാനിങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു. ഇവിടെ ഇരുന്ന ഒരു 20 കൊന്തയൊക്കെ ചെല്ലും. പിന്നെ ഫ്രീ സമയമാണ്, നമുക്ക് കൊന്തയെല്ലാം അവൻ ഒന്നിച്ചിരിക്കും. 3 മണിയാകുമ്പോൾ കരണക്കൊന്ത ചെല്ലും, ബൈബിൾ വായിക്കാമെന്ന് പറയും. പ്രാർത്ഥനയൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അതിന് 2 പേരും മുൻപന്തിയാണ്, ജോസേട്ടനും ഷൈബി. സിസ്റ്ററുടെ അടുത്തുനിന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോന്നപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, സിസ്റ്റർ കണ്ടതുകൊണ്ട് എന്നാ ഒരു കാര്യം. പിന്നീടുള്ള ധ്യാന ദിവസങ്ങളിലെല്ലാം ഞാനിങ്ങനെ ആഗ്രഹിക്കും, മാതാവെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് മാതാവിനെ ഒന്ന് കാണണം. കുർബാനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ ബൈബിൾ വായിക്കാൻ വേണ്ടി വചനം ഇങ്ങനെ എടുത്ത് തുറന്നു കഴിഞ്ഞപ്പം കൊട്ടിയൂർ വീട്ടിൽ കൂടെ നടക്കുന്ന മാതാവാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കാവോ എന്നിങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അപ്പോഴത്തേക്കും 1 ഏക്കർ സ്ഥലത്ത് മുല്ലപ്പൂ പൂത്ത് നിൽക്കുവാണെങ്കിൽ എന്തൊരു അനുഭവമായിരിക്കും. അതുപോലത്തെ സ്മെല്ല്, അതായത് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും അതിനേക്കാളുപരി ഒരു സ്മെല്ലാണ്. അത് നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങ് വലിച്ചെടുക്കാൻ കൊതി തോന്നുന്ന ഒരു മണം. അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. മാതാവ് വരുമ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലായിരുന്നു.
അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു ഇത് മാതാവ് വന്നതായിരിക്കും. കുർബാനയും കഴിഞ്ഞ് 10 മിനിറ്റ് സമയം കൂടെ ആ ഒരു മണം, അമ്മയുടെ ആ സുഗന്ധാഭിഷേകം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി. അപ്പോൾ അവരൊക്കെ കൂളായിട്ട് നിന്ന് കുർബാന കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കത് അനുഭവപ്പെടുന്നില്ലെന്ന് എനിക്ക് അന്നേരം മനസ്സിലായിരുന്നു. ധ്യാനമൊക്കെ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മണം വന്നായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു, ഇല്ല, ഒരു മണവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല ഷൈബി. അത് പിന്നെ അങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അത് അമ്മ വന്നതിൻ്റെ അടയാളമാണ്, ഷൈബിയുടെ അടുത്ത് മാത്രമേ അത് വന്നിട്ടുള്ളൂ എന്ന് അവരിങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാലും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, അമ്മേനെ എനിക്കൊന്ന് കാണണം. എൻ്റെ ഒരു വാശി പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ധ്യാനം വെള്ളിയാഴ്ച കഴിഞ്ഞു. വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ച, അതായത് ഒരാഴ്ച കൃത്യമായപ്പം 11 മണിക്ക് ആണ് എനിക്ക് ഈ പൊള്ളലേൽക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന അതൊരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. ആ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ എന്നാണ് പറയുന്നത്. മരണസമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ, ബാക്കി ആർക്കും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധി അമ്മയ്ക്ക് പറ്റും. അങ്ങനെ പരിശുദ്ധി അമ്മ ഈശോയിൽ എത്തിക്കുന്നതുവരെ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം ഇതുവരെ നമ്മൾ ചെല്ലാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തുടങ്ങി നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. കൂടുതൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.